പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് നമുക്ക് വേണ്ടി വിദേശങ്ങളിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ പോറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളായ മലയാളികൾക്ക് വേണ്ടിയാണ്. നമ്മുടെ സ്വന്തക്കാർ, ബന്ധക്കാരായ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛനെടുക്കുന്ന ഇന്നത്തെ വാഗ്ദത്ത വചനം സങ്കീർത്തനം 139, 9-10. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നിർത്തും. പ്രിയമുള്ളവരെ, വചനം ഒന്നോടെ വായിക്കാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച്, പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാലും, അങ്ങ് ദൂരെ, അതായത് വ്യത്യസ്ത രാജ്യങ്ങൾ വസിച്ചാലും അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. ദൈവത്തിൻ്റെ കരം എന്നെ നയിക്കും. വീണ്ടും അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നിർത്തും. ഈ വചനത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ, വിദേശ ജോലി ചെയ്യുന്ന മക്കൾ എന്ന് പറയും, വിദേശ ജോലി ചെയ്യുന്ന മക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക വലിയ ശക്തമായ ഒന്നാണ്. അതായത് ആഴമേറിയ പ്രവൃത്തി എന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. എന്താണ് ആഴമായ പ്രവൃത്തി? അവർ ശാരീരികമായി അകലത്തിലാണ്, പക്ഷേ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക്, വിദേശത്തുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ആത്മീയ പാലമായി പ്രവർത്തിക്കും. ഇപ്പം നമ്മയും അവരെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമെന്നാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ തരത്തിൽ ഒരു അനുഭവം കിട്ടും. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, അവർ നമുക്ക് വേണ്ടി ഭാരങ്ങൾ വഹിക്കുന്നു. നമ്മുടെ സാമ്പത്തിക മേഖല അവരല്ലേ തരുന്നത് എന്ന നിലയിൽ അവരുടെ ദൗത്യത്തെ, അവരുടെ ഉത്തരവാദിത്തത്തെ പിന്തുണയ്ക്കുവാൻ, സഹായിക്കാൻ നമുക്ക് സാധിക്കണം. വീണ്ടും ഓർക്കുക, അപരിചിതമായ രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും സാന്നിധ്യവും അവർക്കൊത്തിരി സഹായം ആവശ്യമാണ്. ഈ ഒരവസ്ഥയിൽ ദൈവം വാഗ്ദാനം പറയുന്നു, എൻ്റെ കയ്യിൽ പിടിക്കും, അവർ കൈ പിടിക്കും. അവിടെ കൈ പിടിക്കുന്ന അർത്ഥമാക്കുന്ന ഒരു നിരീക്ഷണമല്ല, മറിച്ച് സംരക്ഷണം തരുന്നു, സ്നേഹനിർഭരമായ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൈ. ഇനി വീണ്ടും പറയുന്നു വലത് കൈ. വലത് കൈ എന്ന് പറയുമ്പോൾ ശക്തിയും സുരക്ഷിതത്വം കർത്താവ് അവർക്ക് തരും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മറക്കരുത്, നമ്മുടെ വിദേശത്തുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ കൈ പിടിക്കും, സംരക്ഷണം കൊടുക്കും, വലത് കൈ പിടിക്കും, സുരക്ഷിതത്വം തരും. വീണ്ടും പറയുന്നു, നമ്മുടെ പ്രാർത്ഥന ഒരു പാലമായി മാറും. എങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് ഓർക്കാം, ഈ ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ നമ്മുടെ അടുത്ത് വരും, പ്രാർത്ഥനയിൽ പാലമായി മാറും. ദൈവം അവരുടെ കരങ്ങൾ പിടിക്കും, വലത് കരം പിടിക്കും. അതായത് അവർക്ക് വേണ്ടതായ എല്ലാം കർത്താവ് കൊടുക്കും. എങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രാർത്ഥന അവരെ ഓർക്കാം. ഒപ്പം തന്നെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യാൻ പോയ മക്കൾ, വിസയില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ശമ്പളമില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. എങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത പേടകത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവിടെ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക പരാധീനതകളും അല്ലെങ്കിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം നിങ്ങൾ സമർപ്പിച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതപങ്കാളിയും മക്കളെയും ഭർത്താവിനെയും ഒക്കെ എല്ലാം സമർപ്പിച്ചോ. നമുക്ക് ഇന്നത്തെ ബലിയിൽ ഇവരെല്ലാം ഓർക്കാം, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനീശ്വര ആശ്വാസം തരാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.